ഹലോ, അപ്പോൾ കുറേ നാളായില്ലേ ഒരു ലോങ് വീഡിയോ ഒക്കെ കണ്ടിട്ട്. അപ്പോൾ ഇന്നൊരു ലോങ് വീഡിയോ ആണ്. വേറൊന്നല്ല, ഞാൻ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇൻക്ലൂഡ് ആക്കിക്കൊണ്ടാണ് ഈ വീഡിയോ വരുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യം മുതൽ കാണുന്നവർക്കൊക്കെ അറിയാം, ഞാൻ കിച്ചണകത്തോട്ട് കയറിയിട്ടുണ്ടെങ്കിൽ രാവിലെ തന്നെ തലേ ദിവസം കഴുകി വെച്ചേക്കുന്ന, അതായത് നമ്മുടെ റാക്കിലിരിക്കുന്ന പാത്രങ്ങളൊക്കെ എടുത്ത് കബോർഡിനകത്തോട്ട് വെക്കും. അത് വേറൊന്നല്ല, നമ്മൾ അടുക്കളയിലെ പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സൈഡിൽ ഇങ്ങനെ പാത്രങ്ങളൊക്കെ കൂടി നിൽക്കുന്ന കാണുമ്പോൾ എനിക്കങ്ങനെ പണിയെടുക്കാൻ പറ്റില്ല കേട്ടോ. ആദ്യം തന്നെ റാക്കൊക്കെ കഴുകി വൃത്തിയാക്കി തുടച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ചായ വരെയും വെക്കുന്നത്. ഇനിയിപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുമ്പോൾ ഇതിൽ പിന്നെയും വെള്ളമൊക്കെ ഇറങ്ങും, അപ്പം പിന്നെ നമുക്ക് കഴുകാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് ആദ്യം തന്നെ റാക്ക് കഴുകി വെക്കും കേട്ടോ, എന്നിട്ടാണ് ചായ വെക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് പൂരി ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ ചായക്ക് വെക്കുന്നതിൻ്റെ സൈഡിൽ തന്നെ പൂരിക്ക് വേണ്ടിയിട്ടുള്ള വെള്ളമാണ് കേട്ടോ വെച്ചത്. അപ്പോൾ ഇത് ചായയൊക്കെ ഇവിടെ തിളച്ചപ്പോൾ അമ്മുവിനുള്ള പാലാണ് കേട്ടോ എടുത്ത് മാറ്റി വെച്ചത്. എന്നിട്ട് ഇതാ ചായപ്പൊടിയൊക്കെ ഇട്ട് ചായയൊക്കെ തിളപ്പിക്കുന്നതാണ്. അപ്പോൾ ഇത് പൂരിക്കുള്ള വെള്ളം ഇവിടെ തിളച്ചിട്ടുണ്ടായിരുന്നു. അതും ഒരു ചായപാത്രത്തിലായിരുന്നു കേട്ടോ ഞാൻ വെച്ചത്. ആ ചായപാത്രത്തിൻ്റെ പിടി ഇളകിപ്പോയി. പിന്നെ അതൊരു കണക്കിന് ഇപ്പോൾ ഇങ്ങനെ വെള്ളമൊക്കെ തിളപ്പിക്കാനാണ് ആ പാത്രം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ഇവിടെ ചായയൊക്കെ റെഡി ആയപ്പോൾ ഞാൻ ചായയൊക്കെ കുടിച്ച് ആദ്യം തന്നെ ഒരു ഗ്ലാസ് ചായ കുടിക്കുകയാണ്. ഇങ്ങനെ ചായ കുടിക്കാൻ പാടില്ലെന്നറിയാം, പക്ഷെ ശീലമായി പോയി, അതില്ലാണ്ട് പറ്റുന്നില്ല. വൈകുന്നേരത്തെ ചായക്ക് ഇപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ട്, രാവിലത്തെ ചായ ഒട്ടും ഒഴിവാക്കാൻ പറ്റണില്ല കേട്ടോ. അപ്പോൾ രാവിലെ എന്തായാലും ഞങ്ങളൊരു ചായ കുടിക്കും. അപ്പോൾ ഇത് ഞാൻ പൂരിക്കൊക്കെ കുഴച്ച് പരത്തിക്കൊണ്ടിരിക്കുന്നതാണ്. എൻ്റെ കയ്യിൽ പ്രസ് ഇല്ല കേട്ടോ, അപ്പോൾ ഇതുപോലത്തെ ചപ്പാത്തി പലകയിലിട്ടാണ് ഞാൻ പരത്തുന്നത്. പൂരിക്ക് ഞാൻ ഇവിടെ ഉരുളക്കിഴങ്ങ് കൊണ്ട് ഒരു കറിയാണ് ഉണ്ടാക്കാറ്. അപ്പോൾ തലേ ദിവസം ഉരുളക്കിഴങ്ങ് എന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ പുഴുങ്ങിയതായിരുന്നു കേട്ടോ. അപ്പോൾ അത് അന്നേരം എടുക്കാൻ വേണ്ടി പറ്റിയില്ല. അപ്പോൾ ഞാൻ അത് ബാജിക്കറിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ് കേട്ടോ. ഇത് ഈ ഒരു കറീനെ ബാജിക്കറി എന്നാണ് കേട്ടോ പറയണേ. അതെന്താണ് അങ്ങനെ പറയുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഇത് ലാസ്റ്റായിട്ട് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് കറി റെഡി ആയിട്ടുണ്ട്. ഈ കറിയാണ് കേട്ടോ ഞങ്ങളിവിടെ എപ്പോഴും ഉപയോഗിക്കാറ് പൂരിക്ക്. ഇതാണ് ഇവിടെ അച്ഛനും മോനും എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഇതേ ബാജിക്കറിയൊക്കെ റെഡിയായി. ഞാൻ ചക്കക്കുരു തൊണ്ട് കളഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. ചക്കക്കുരു വെച്ചാണ് ഇന്ന് ഉച്ചക്ക് കറി ഉണ്ടാക്കുന്നത്. അപ്പോൾക്ക് എന്തേ അമ്നൂസൊക്കെ എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അമ്നുവിനെ എടുത്തിട്ട് കുറച്ചു നേരമൊക്കെ നിൽക്കേണ്ടി വരും. പിന്നെ സെറ്റാക്കി ഒരു സൈഡിൽ എടുത്തിക്കൊണ്ടു ഞാൻ മുരിങ്ങാക്കായ അരിയാൻ വേണ്ടി വന്നേ. മുരിങ്ങാക്കായും ചക്കക്കുരും ചെമ്മീനൊക്കെ ഇട്ട് ഇന്നൊരു തേങ്ങ അരച്ച കറിയാണ് കേട്ടോ വെക്കുന്നത്. ഇവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനത്തെ കറി, ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് പണ്ട് മുതലേ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതേ ചക്കക്കുരു കിട്ടിയപ്പോൾ അങ്ങനെ ആ കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതേ അതിൻ്റെ സൈഡിൽ കൂടെ തന്നെ അമ്നുവിനെ കുളിപ്പിച്ചു, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്തിട്ട് ഇതാ അംഗനവാടിയിൽ വിടണമാണ്. ചേട്ടനാണ് കേട്ടോ ഇന്ന് കൊണ്ടുവന്നാക്കുന്നത്. അപ്പോൾ സാവധാനമൊക്കെ എനിക്ക് കറി വെച്ചാൽ മതിയല്ലോ എന്ന് ഓർത്ത് ഞാൻ ചെമ്മീനും മുരിങ്ങാക്കായും ചക്കക്കുരും ഒക്കെ വറ്റിക്കാൻ വേണ്ടി വെച്ചിട്ടാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചത് കേട്ടോ. അപ്പോൾ അമ്നുവിൻ്റെ പാത്രത്തിൽ തന്നെയാണ് ഞാൻ കഴിച്ചത്. അപ്പോൾ ഇതേ തേങ്ങ അരയ്ക്കാൻ വേണ്ടിയിട്ട് തേങ്ങയൊക്കെ ചെറുകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേ തേങ്ങയൊക്കെ അരക്കാൻ വെച്ചു. പിന്നെ തോരന് വേണ്ടിയിട്ട് പാവയ്ക്കാണ് എടുത്തത്. 2 കറിയും കൂടി ഒരുമിച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പാവയ്ക്കയും കൂടി അരിഞ്ഞത്. എന്നിട്ടാണ് ഞാൻ കറി വെക്കാൻ വേണ്ടി ചട്ടി അടുപ്പത്ത് വെച്ചേട്ടോ, നമ്മുടെ ചെമ്മീനൊക്കെ വറ്റിച്ചിട്ടുള്ള കറി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേ ചെമ്മീനൊക്കെ ഓൾറെഡി തന്നെ വറ്റിക്കെടുക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേ തേങ്ങരപ്പും കൂടി ചേർത്ത് പിന്നെ ഇപ്പോൾ ഇതിൽ വറവും കൂടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറി സെറ്റാവും. അപ്പോൾ ഇതേ സൈഡിൽ തന്നെ ഞാൻ പാവയ്ക്കയും കൂടി തോരൻ വെക്കാൻ വേണ്ടി വെക്കുന്നതാണ്. അപ്പോൾ ഇതേ പാവയ്ക്ക തോരൻ വെക്കുമ്പോൾ കുറച്ച് തേങ്ങയും കൂടി ചേർക്കും കേട്ടോ. പണ്ട് എനിക്ക് ഈ പാവയ്ക്ക എന്ന് പറയുന്ന സാധനം കണ്ണെടുത്താൽ കണ്ടുകൂടായിരുന്നു, ഒട്ടും ഇഷ്ടമില്ലായിരുന്നു, തിന്നാനൊന്നും ഇഷ്ടമില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞപ്പോൾ ചേട്ടൻ്റെ അമ്മ വെക്കുന്നത് നല്ല ടേസ്റ്റാണ് പാവയ്ക്ക് വെക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് കേട്ടോ ഞാനും വെക്കാറ്, തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ തന്നെയാണ് ഞാനും വെക്കുന്നത്. അപ്പോൾ ഇതേ എൻ്റെ ചെമ്മീൻ കറിയൊക്കെ ഇവിടെ റെഡിയായി വന്നപ്പോൾ ഞാൻ വറവൊക്കെ ഇട്ട് ഇനിയിപ്പോൾ അതിലോട്ട് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ എൻ്റെ കറിയൊക്കെ റെഡിയാവും. കഴിഞ്ഞാൽ പിന്നെ ഒരു ലോഡ് പാത്രം നമുക്ക് കഴുകാനുണ്ടാവുമല്ലോ. അപ്പം ഞാൻ പാത്രമൊക്കെ കഴുകി വെക്കുന്നതാണ്. അപ്പോൾ പാത്രം കഴുകാൻ നിൽക്കുന്ന സമയം കൊണ്ട് നമ്മുടെ ഗ്യാസ് സ്റ്റൗവിൻ്റെ ചൂടൊക്കെ ആറിയിട്ടുണ്ടാവും. അപ്പോൾ ചൂടൊക്കെ ആറിയതിന് ശേഷമാണ് ഗ്യാസ് സ്റ്റൗവും വൃത്തിയാക്കി ഇടണം കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ കൈയൊക്കെ പൊള്ളിപ്പോകും. അപ്പോൾ ഇത് ഗ്യാസ് സ്റ്റൗവ് എന്തെങ്കിലും ഹാൻഡ് വാഷോ അല്ലെങ്കിൽ നമ്മുടെ പാത്രം കഴുകുന്ന വാഷൊക്കെ ഇട്ടിട്ട് ലിക്വിഡ് വാഷൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ഗ്യാസ് സ്റ്റൗവ് വൃത്തിയാക്കാറ്. ഇന്ന് ഞാൻ ഹാൻഡ് വാഷ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ നമ്മുടെ ഗ്യാസ് സ്റ്റൗവൊക്കെ വൃത്തിയാക്കിയത്. അപ്പോൾ ഇതേ മണി പ്ലാന്റിൽ വെള്ളമൊക്കെ ഒന്ന് മാറ്റണമാണ്. ഇത്
വീക്കിലാണ് കേട്ടോ മാറ്റാറ്. ഇന്ന് മാറ്റേണ്ട സമയമായിട്ടുണ്ടായിരുന്നില്ല, എന്നാലും ഞാൻ മാറ്റുകയാണ്. കാരണം ഒരു ഇല അതിൽ ഉണങ്ങിയ പോലെ, അതായത് ഒരു മഞ്ഞ കളറായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കട്ട് ചെയ്ത് കളഞ്ഞപ്പോൾ എന്തായാലും വെള്ളവും കൂടി ഒന്ന് മാറ്റിയതാണ് കേട്ടോ. അപ്പോൾ ഇതേ കൗണ്ടർ ടോപ്പൊക്കെ വൃത്തിയാക്കിയിട്ട് എൻ്റെ അടുക്കളപ്പണിയൊക്കെ സെറ്റായിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റായിട്ടാണ് അരി വെക്കുന്നത് കേട്ടോ. അരി ലാസ്റ്റ് വെക്കുന്ന വേറൊന്നുമല്ല, റേഷനരിയാണ് ഇപ്പോൾ വെക്കുന്നത്. വാട്ടയിലായതുകൊണ്ട് തന്നെ ചെറിയൊരു പൊട്ടും പൊടിയൊക്കെ വീണിട്ടുണ്ടെങ്കിൽ തന്നെ ശരിക്കും അറിയും കേട്ടോ. അതാണ് നന്നായിട്ട് തുടച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് എൻ്റെ അടുക്കളപ്പണികളൊക്കെ ഒരുവിധം ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് വെള്ളമൊക്കെ തിളച്ച് വന്നപ്പോൾ ഞാൻ അരിയും കൂടി ഇടണതാണ്. അപ്പോൾ ഈ തലേ ദിവസം ഞാൻ അട ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് ആവി കയറ്റി വെക്കുന്നതാണ് കേട്ടോ. വൈകിട്ട് അമ്നൂസ് അംഗനവാടി വിട്ട് വരുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് പണികളൊന്നുമില്ല, കുറച്ച് തുണിയും കൂടി തിരുമാനുണ്ട്. ആ തുണിയും കൂടി തിരുമി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പണി മൊത്തം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ദേ പിന്നെ ചോറൊക്കെ കഴിച്ചു. അപ്പോൾ കുറച്ച് നേരം റെസ്റ്റ് ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രേ ഉള്ളൂ. നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ബൈ.